നമസ്കാരം. സ്പീച്ച്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹൃദ്യാലാൽ. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാൻ അമേരിക്ക സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. ചർച്ച നടക്കുന്നെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. വരുന്നത് അമേരിക്കൻ നിർമ്മിത വ്യാജ വാർത്തയെന്നും ടെഹ്റാൻ. ഡൽഹിയിൽ വീണ്ടും ബോംബ് ഭീഷണി. ഇത്തവണ വിധാൻസഭയ്ക്കും മെട്രോയ്ക്കും നേരെ. കൊളംബിയയിൽ സൈനിക വിമാനാപകടം. മരണം 66. ഫുട്ബോൾ ലോകത്ത് ചരിത്ര നേട്ടവുമായി അർജന്റീന താരം ലയണൽ മെസ്സി. 10 ദിനരാത്രങ്ങളായി കോട്ടയം നഗരിയെ വിസ്മയിപ്പിച്ച തിരുനക്കര ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങുന്നു. വാർത്തകൾ വിശദമായി. ഇറാൻ അമേരിക്ക സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. സമാധാന ചർച്ചയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ച നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദം വെറും വ്യാജ വാർത്ത ആണെന്നും ടെഹ്റാനും. ഇതോടെ ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 മുകളിലായി. ഏഷ്യയിൽ 4% ഉയർന്ന് ബാരലിന് $103.94 ആക്രമണം താൽക്കാലികമായി നിർത്തി ചർച്ചയിലേക്ക് നീങ്ങുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിങ്കളാഴ്ച ഇടിഞ്ഞ സ്വർണ്ണവിലയാണ് ചർച്ച വഴിമുട്ടിയതോടെ വീണ്ടും കുത്തനെ കയറിയത്. അതേസമയം സാമ്പത്തിക എണ്ണ വിപണികളെ സ്വാധീനിക്കാനും കൃത്രിമമായി നിയന്ത്രിക്കാനും വേണ്ടിയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ വീണ്ടും ബോംബ് ഭീഷണി. നിയമസഭാ സ്പീക്കർ വിജേന്ദർ ഗുപ്തയ്ക്കാണ് ഇന്നലെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. വിധാൻസഭയും ഡൽഹി മെട്രോ സ്റ്റേഷനും തകർക്കുമെന്നാണ് ഭീഷണി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ താരങ്ങളുടെ പട്ടികയിൽ ബ്രസീൽ ഇതിഹാസ താരമായ പെലെയെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ലയണൽ മെസ്സി. കഴിഞ്ഞ ദിവസം നടന്ന ന്യൂയോർക്ക് സിറ്റിക്കെതിരായ മത്സരത്തിലാണ് മെസ്സി ഈ നേട്ടം കൈവരിച്ചത്. ന്യൂയോർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-2 എന്ന സ്കോറിനാണ് ഇന്റർ മിയാമി ന്യൂയോർക്ക് സിറ്റിയെ തോൽപ്പിച്ചത്. മത്സരത്തിൽ ഒരു ഫ്രീ കിക്ക് ഗോൾ ഉൾപ്പെടെ 2 ഗോളുകളാണ് മെസ്സി നേടിയത്. ഈ ഒരു ഫ്രീ കിക്ക് ഗോളോടുകൂടി തന്റെ കരിയറിലെ മൊത്തം ഫ്രീ കിക്ക് ഗോളുകളുടെ എണ്ണം 71 മെസ്സി ഉയർത്തി. മത്സരത്തിന്റെ 70ാം മിനിറ്റിൽ നേടിയ ഫ്രീ കിക്ക് ഗോളും തുടർന്ന് 77ാം മിനിറ്റിൽ നേടിയ പെനാൽറ്റി ഗോളും ഇന്റർ മിയാമിയുടെ വിജയത്തിന് അനിവാര്യമായിരുന്നു. എതിരാളികൾ അവസാന നിമിഷം വരെയും തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയം മെസ്സിയുടെ ടീമിനൊപ്പം തന്നെ തുടരുകയായിരുന്നു. 77 ഫ്രീ കിക്ക് ഗോളുകൾ നേടിയ ബ്രസീൽ താരം ജുനീഞ്ഞോ പെർനാംബുകാനോയാണ് ഈ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. കൊളംബോയിൽ സൈനിക വിമാനം തകർന്നു വീണ് 66 സൈനികർക്ക് വീരമൃത്യു. തെക്കൻ കൊളംബോയിലെ ആമസോൺ വനമേഖലയിലാണ് കൊളംബിയൻ വ്യോമസേനയുടെ ഹെർക്കുലസ് C-130 വിമാനം തകർന്നു വീണത്. 114 സൈനികരും 11 ജീവനക്കാരും ഉൾപ്പെടെ 125 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സൈനികരെ ഒരു താവളത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന ദൗത്യത്തിനിടയിലാണ് ദുരന്തം. ടൂട്ടോ ഗെർസിയാമോ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് ഏകദേശം 2 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും വിമാനം നിയന്ത്രണം നഷ്ടമായി വനമേഖലയിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിൽ സൂക്ഷിച്ചിരുന്ന വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും അപകടത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. 10 ദിനരാത്രങ്ങളായി കോട്ടയം നഗരിയെ വിസ്മയിപ്പിച്ച തിരുനക്കര ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങുന്നു. ഇന്നാണ് ആറാട്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി രേഷ്മ ആർ ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. 10 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന തിരുനക്കര ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. വൈകിട്ട് 6-ന് കാരാപ്പുഴ അമ്പലക്കടവ് ദേവീക്ഷേത്രക്കുളത്തിലാണ് ആറാട്ട്. 6:30-ന് തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 1-ന് ക്ഷേത്ര മൈതാനത്ത് ആറാട്ട് എതിരേൽപ്പിന് പിന്നാലെ കൊടിയിറങ്ങും. ഇന്നലെ വൈകിട്ട് ദൃശ്യനാഥ താള വിസ്മയങ്ങളുടെ സംഗമമായി തിരുനക്കര പൂരം കാണികൾക്കിടയിലേക്ക് പെയ്തിറങ്ങി. ഇപ്പോൾ ഇവിടെ ആറാട്ടുസദ്യ നടക്കുകയാണ്. ഒരുപാട് ഭക്തരാണ് ആറാട്ടുസദ്യയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.